ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ അലീന എന്താ ചെയ്യാൻ പോകുന്നു? അലീന നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഗായ്സ്. ഞങ്ങൾക്ക് കുറെ നേരം എനിക്കും അലീനയ്ക്ക് ഭയങ്കര ക്രേവിങ്സ്. എനിക്ക് പനി വന്ന് ഛർദിൽ വന്ന് മാറിയതേ ഉള്ളൂ, ഒന്ന് മൊത്തത്തോടെ അങ്ങ് മാറിയിട്ടുമില്ല. അപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ചോക്ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവക്കും ക്രേവിങ്സ് ഉണ്ട്. അപ്പം എനിക്ക് ആഗ്രഹം ഒരു ബ്രൗണി കഴിച്ചാലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും വാശി എടുത്ത് പറഞ്ഞു, ബ്രൗണി നമുക്ക് മേടിക്കണ്ട, കാശ് കൊടുത്ത് മേടിക്കണ്ട, നമുക്കൊന്ന് പരീക്ഷണം ചെയ്താലോ ചേച്ചി, നമുക്ക് വീട്ടിലുണ്ടാക്കാന്ന്. അപ്പം ഞങ്ങൾ എന്നെ ചെയ്തു, ഓക്കെ വീട്ടിൽ ബിസ്ക്കറ്റും എല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഓട്ടോ പോകുന്നു. അല്ലെങ്കിൽ ഞാൻ എന്ത് വീഡിയോ എടുക്കാൻ നേരത്തുള്ളതാ, വണ്ടി പോക്കലും എല്ലാ സൗണ്ടും ഉള്ള എന്നെ ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം വീട്ടിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് പാലില്ല, പാല് മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കാട് കയറി നടക്കുക, വല്ല പാമ്പെങ്ങാനും കൊത്തിക്കഴിഞ്ഞാൽ ചത്തുപോയ എന്നെ വലിയ ആൻ്റച്ഛനങ്ങളും കുഞ്ഞാൻ്റിയും വന്ന് എന്നെ പൊങ്കാലയിടും. കാട് കയറി നടക്കുന്ന കണ്ടു. ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? സൈക്കോയ. അതെ, നല്ല രസമാണ്. ഞാനൊരു ചെടിപ്രേമിയാണ്. അപ്പം പാല് മേടിക്കാൻ വേണ്ടി വഴിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു കടയുണ്ട്. അപ്പം പാല് മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ വരാം. അപ്പം പാല് മേടിച്ചിട്ട് കാരണം വാങ്ങിച്ചിട്ട് വരാം. പാല് വേണം. റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫോണും പിടിച്ചോണ്ടിങ്ങനെ ഞാൻ വല്ല വണ്ടിയുടെ അടിയിൽ അരിഞ്ഞ് ചാകാൻ വയ്യ. എനിക്ക് കുറെ ഫ്യൂച്ചേഴ്സ് ഉണ്ട് അല്ലേ, കുറെ പ്ലാൻ ഉണ്ട്. എല്ലായിടത്തും ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് എവിടെയെങ്കിലൊക്കെ എത്തിക്കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വണ്ടിയുടെ ശല്യമുണ്ട്. എനിക്ക് മൈക്കൊന്നുമില്ല, അതുകൊണ്ട് ഭയങ്കര നോയ്സ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്യുവാണ്. തിരിച്ച് പോകാൻ നേരത്തെ എടുക്കാം. റോഡ് വരെ വെറുതെ പോയി അല്ലേ അലീന? ഓ ജീസസ്, പട്ടി! ഒരു ചെറിയ പട്ടീനെ കണ്ടിട്ട് കൊടിച്ചു കഴിഞ്ഞ് തീർന്നു. ഞങ്ങൾ അവിടെ വെറുതെ അവിടം വരെ നടന്നു പോയി, ബിക്കോസ് കടയടച്ചിട്ടിരിക്കുകയാണ്. സാരമില്ല, നമുക്ക് പപ്പേനെ വിളിച്ചിട്ട് പറയാം പാല് കൊണ്ടുവരാൻ. ഓൾറെഡി പാലുണ്ട് വീട്ടില്, പക്ഷെ ഞങ്ങൾക്ക് അത് ഞങ്ങളെ കൊണ്ട് തൊടിപ്പത്തില്ല. എങ്ങാനും കേക്ക് ഫ്ലോപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാല് വെറുതെ ഞങ്ങൾ കൊണ്ട് കളഞ്ഞെന്ന് പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. നോക്കട്ടെ, കൈയും കാലും പിടിച്ചിട്ട് ഒരു അരക്കപ്പ് പാല് തരുമോന്ന് ചോദിക്കാം. അപ്പം നമുക്ക് ബേക്കിലോട്ട് ഞങ്ങളെല്ലാം ഒഴിച്ചു, പാത്രം ഒഴിച്ചു, എല്ലാം വെച്ചു. ഇനി ഞങ്ങൾക്ക് ഇതെടുത്ത് ആവി കയറ്റി വെക്കണം. അലീന, കേക്ക് തിന്നാൻ പറ്റുമോ? സക്സസ് ആവുമോ? ഞാനാണെങ്കിൽ വെല്ലുമ്മക്ക് കേക്ക് കൊടുക്കത്തില്ലെന്ന് അലീന പ്രഖ്യാപിച്ചു ഇവിടെ. അങ്ങനെ ഞങ്ങൾ അപ്പച്ചമ്പില് കേക്ക് ഇറക്കി വെച്ചു. ഇനി എന്താവുമെന്ന് ദൈവത്തിനറിയാം. എന്തായാലും കാണിക്കിരിക്കും അല്ലേ അലീനെ? കുളമായാലും നന്നായാലും ഞങ്ങൾ കാണിക്കും. ഇത് ഞങ്ങളുടെ ഒരു പരീക്ഷണമാണ്. ഇങ്ങനെ പറയും ഗൈസ്, ഇങ്ങനെ വാ തുറന്ന് പറയും, എനിക്കൊന്നും വേണ്ടാന്ന് പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ സൈഡിൽ നിന്ന് മൂലൊക്കെ എടുത്തോണ്ട് പോകുന്നതാണ്. മെൽറ്റ് ചെയ്യാൻ പറ്റും, ആദ്യം അത് സെറ്റ് ആവട്ടെ, എന്നിട്ട് മെൽറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മള് മൂഞ്ചി നമ്മുടെ വെറുതെ പൈസ. പിന്നെ നീ കഴിച്ച തൊട്ടലെ. അപ്പം ഞങ്ങൾ ഇത് ആയിട്ട് വന്നിട്ട് കാണിക്കാം. കേക്ക് എന്തൊക്കെയായി വരുന്നു അലീന. കേക്ക് സെറ്റായി. അവള് വീണ്ടും അടച്ചു. അലീന അങ്ങനെ അതെ എല്ലാരും എത്തിക്കുത്തി നോക്കുന്നു, എന്തായി എന്നറിയാൻ. ദൈവമേ, അടുക്കള കിടക്കുന്ന കോലം കണ്ടു. ഒന്ന് സെറ്റ് ചെയ്യാതെയാണ് ഇത് എടുക്കാനും വന്നത്. ചോക്ലേറ്റ് ഉണ്ടോ കേട്ടോ അവിടെ സൈഡില്? പിടിക്കുന്നുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കി ഗൈസ്, പക്ഷേ ഉണ്ടല്ലോ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നില്ല. അത് കഴിക്കൂ. എക്സ്പ്രഷൻ കണ്ടോടെ
അലീന എക്സ്പ്രഷൻ കാണിച്ചു അലീന എന്നിട്ട് വേണ്ട 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 തെറുവിളി കേൾക്കാൻ വയ്യ. വലിയ പ്രശ്നമൊന്നുമില്ല. ഇച്ചിരി സോഡാപ്പൊടി കൂടി വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ കഴിക്കും കഴിച്ചു, എന്നാലും ഞങ്ങൾ കഴിക്കും. ബിക്കോസ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല. ഞങ്ങൾക്ക് പറ്റിയത് സൈഡിലോട്ടാണ്. ഇച്ചിരി ഇട്ടാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞ അവളപ്പം എടി സോഡാപ്പൊടി കൂടിപ്പോയി. പക്ഷെ കേക്ക് കരിഞ്ഞു പോകാൻ ആരും ഉണ്ടാക്കല്ലേ, ഞാൻ റെസിപ്പി പറഞ്ഞു തരത്തില്ല. ആരും ഒരെണ്ണ ഉണ്ടാക്കല്ലേ, ആരും ഉണ്ടാക്കല്ലേ. കെടുക്കണേട്ടാ രക്ഷയില്ല. കയ്പ് മറവാണ്ട് ഇച്ചിരി ബൂസ്റ്റ് കഴിക്കാം. ആ ക്രേവിങ്സ് അങ്ങ് മാറി കിട്ടിയല്ലോ. ഇച്ചിരി ബൂസ്റ്റ് എടി എനിക്ക് ബൂസ്റ്റിന് വരെ കഴിക്കുന്നടി. കയ്പുണ്ടോ? എനിക്ക് എന്നാ പറ്റും? എനിക്ക് മാരകമായ അസുഖം വല്ലാണോ? ബൂസ്റ്റിന് വരെ എനിക്ക് കയ്പ് തോന്നും. അതിടണോ ഗായ്സ്? അങ്ങനെ നമ്മുടെ കേക്ക് ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. ഞങ്ങൾ പക്ഷെ അത് നല്ല ഇതായിട്ടൊക്കെ വന്നാണ്. സമയായപ്പോ ഞാൻ ഇട്ടപ്പോഴേ എനിക്ക് തോന്നി ഇച്ചിരി കൂടി പോയെന്ന്. അപ്പോഴേ ചേച്ചി പറഞ്ഞ് കൂടി കൂടി. അപ്പൊ ഞാൻ എന്നപ്പോഴത്തേക്ക് ഒരു സമാധാനത്തിന് പറഞ്ഞ് കൂടിയിട്ടൊന്നുമില്ല. കൂടിയിട്ടില്ല എന്ന് ഇവള് ഡയലോഗ് അടിച്ചു. ഞാൻ പറഞ്ഞേടി സോഡാപ്പൊടി കൂടി, സോഡാപ്പൊടി കൂടി. അപ്പം ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ആദ്യമേ ഫ്ലോപ്പ് ആവണം അങ്ങനെയൊക്കെയാണ്. ഇല്ല, ഞാൻ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ബ്ലോഗ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് വേറെ വിഷമൊന്നുമല്ല, ഞങ്ങൾ ഡയറി മിൽക്ക് പോയതിന്റെ സങ്കടം ഞങ്ങക്ക്. അപ്പൊ നമുക്ക് ഞങ്ങൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പൊ ഓക്കെ ഗായ്സ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ലൈക്കിൽ നിന്ന് ഒടിക്കുക. ഓക്കെ ബൈ.